എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലും അവിടെല്ലാം മതസ്പർദ്ധ മാത്രമല്ലോ. ഇതാണ് എനിക്കിപ്പോൾ പറയാനായിട്ട് തോന്നുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ വഴിയേ പറഞ്ഞു വരാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇപ്പോൾ ഇന്ന് ഞാൻ കാര്യമായിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി, അതുകൊണ്ടാണ് ഇടാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ബിഗ് ബോസിൻ്റെ ഗ്രാൻഡ് ഫിനാലെയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോകളും കാര്യങ്ങളും ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അതിനേക്കാളേറെ എനിക്ക് പറയാനായിട്ട് തോന്നിയ ഒരു കാര്യമെന്ന് വെച്ചാൽ, നമുക്കറിയാം ഇന്നലെ തൊട്ടുള്ള എല്ലാ ചാനലുകളിലും എല്ലാ ന്യൂസ് ചാനലുകളിലും ഒട്ടുമിക്ക റിയാക്ഷൻ ചെയ്യുന്ന വീഡിയോകളിലൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ബിഗ് ബോസ് തലയ്ക്ക് പിടിച്ചിരിക്കുന്നത് കൊണ്ട് ആർക്കും അതിനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒട്ടുമിക്ക ചാനലുകൾക്കും ചാകരയായിരുന്നു. അതായത് നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യവുമായിട്ട്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, ശ്രീകൃഷ്ണൻ്റെ ചിത്രം വരയ്ക്കുന്ന ജസ്ന സലീം എന്ന് പറയുന്ന മുസ്ലിം യുവതിയെക്കുറിച്ചിട്ട്. ആ ഒരു പെൺകുട്ടി അവിടെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അവർ ക്ഷേത്രത്തിൽ വരുന്നതിനെ കർശനമായിട്ട് ഹൈക്കോടതി വിലക്കിയതുമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, പുള്ളിക്കാരത്തി അവിടെ വരുന്നു, റീൽസ് എടുക്കുന്നു, ഇതൊക്കെ വലിയ വിഷയമായിട്ട് നിന്നതാണ്. ഇവർക്കെതിരെ ഞാൻ ഒരുപാട് വീഡിയോകൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതിൻ്റെ ആ ഒരു ജലസ് തീർക്കാൻ വേണ്ടിയിട്ട് എനിക്കെതിരെ ഒരുപാട് കള്ളപ്പരാതികളും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഞാനങ്ങ് വിട്ടു. എന്തിനാണ് വെറുതെ. അതുമാത്രമല്ല, നമ്മൾ എന്തെങ്കിലും വാതുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കെതിരെ ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ അവിഹിതമാണ്. അവർക്കെതിരെ ആര് പറഞ്ഞാലും അവർക്കെതിരെ ഇവർ കൊണ്ടുവരുന്ന ആയുധം എന്ന് വെച്ചാൽ അവിഹിതമാണ്. പ്രധാനമായിട്ടും കേസ് എന്നതിനേക്കാളേറെ ആ ഒരു അവിഹിതത്തെ ഭയന്നിട്ട് മാത്രമാണ് ഞാൻ ഇവർക്കെതിരെ പിന്നീട് വീഡിയോ ഒന്നും ചെയ്യാനായിട്ട് പോവാഞ്ഞത്. പക്ഷേ ഈ ഒരു കാര്യം നടന്ന സമയത്തിന് എനിക്ക് പ്രതികരിക്കാതിരിക്കാനായിട്ട് തോന്നിയില്ല. കാര്യം മറ്റൊന്നുമല്ല, ഞാനും ഒരു ഹൈന്ദവ സ്ത്രീയാണ്. ക്ഷേത്ര ആചാരങ്ങളും അതുപോലെ ഉള്ള മര്യാദകളൊക്കെ പാലിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ഷേത്രത്തിൽ കയറി ഒരാൾ കൂടുതൽ സ്വാതന്ത്ര്യം കാണിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കണം എന്ന് തോന്നി. കാരണം ഈ ചാനലുകളിൽ എല്ലാവരും പ്രതികരിക്കുമ്പോൾ ഞാൻ മാത്രം കൈയും കെട്ടി മാറി നിൽക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ എനിക്ക് ഈ ഒരു കാര്യത്തിലെന്ന് വെച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. കാരണം കോടതി പറഞ്ഞിട്ടുള്ളതിൽ കൂടുതലായിട്ട് എനിക്ക് എന്ത് പറയാനായിട്ടാണുള്ളത്. അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ഞാൻ ഇത് തന്നെ എടുത്ത് സ്ഥിരമായിട്ടൊരു വീഡിയോ ആക്കിക്കൊണ്ട് പോകാനും ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ എന്നാൽ പോലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇതിലൂടെ പറയണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ സംഭവം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ പറയുന്ന ജസ്ന എന്ന് പറയുന്ന സ്ത്രീ ഇപ്പോൾ മാത്രമല്ല ഒരുപാട് തവണ പലപ്പോഴും ഇവിടെ ഈ ഒരു ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുന്നതിൻ്റെ വീഡിയോകളൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോഴൊന്നും നമ്മൾ പ്രതികരിക്കാത്തതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ അവരെ ഭയന്നിട്ടൊന്നുമല്ല. ഞാൻ കരുതുന്നത് അവരവിടെ ചെല്ലുന്നത് അവിടെയുള്ള ആളുകൾ കാണുന്നുണ്ട്. ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ അവിടെ ഉണ്ടാവും. അതിസുരക്ഷ ഉള്ള ഒരു ക്ഷേത്രമാണ് ഗുരുവായൂർ എന്ന് പറയുന്ന ക്ഷേത്രം. ഗുരുവായൂർ ക്ഷേത്രം പരിധിയിൽ ഒരു പോലീസ് സ്റ്റേഷൻ തന്നെ ഉണ്ട്. എന്നിട്ടും ഇവരവിടെ ചെല്ലുന്നത് തടയാനായിട്ട് അവിടെ സെക്യൂരിറ്റീസ് ഒരുപാട് ആളുകളുണ്ട്. അവരൊന്നും ശ്രമിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ഇരുന്നിട്ട് തൊള്ള തുറന്നിട്ട് എന്താ കാര്യം? അവർക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടല്ലേ അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ പിന്നെ ഞാനിരുന്ന് ഘോരം പ്രസംഗിച്ചിട്ട് എന്ത് നേടാനാണ് എന്ന് കരുതിയിട്ടാണ് ഞാൻ പിന്നെ മിണ്ടാതിരുന്നത്. പക്ഷേ ഈ ഒരു ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ, ഒരുപാട് ആളുകൾ ഇപ്പോൾ ഈ ഒരു സ്ത്രീക്ക് നേരെ തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു ക്രെഡിറ്റ് ആയിട്ട് ഒരിക്കലും ഈ സ്ത്രീ കരുതാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ നല്ലത് പറഞ്ഞു കഴിഞ്ഞാലും തിരിഞ്ഞു നിന്ന് നമ്മൾ തെറി വിളിക്കുന്ന ആളാണ്. പക്ഷേ എന്നാൽ പോലും എൻ്റെ ചാനലിൽ കൂടി എനിക്ക് പറയണമെന്ന് തോന്നിയൊരു കാര്യമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈശ്വരനോടുള്ള വിശ്വാസം കൊണ്ടോ ഭക്തി കൊണ്ടോ ഒന്നും അല്ല നിങ്ങൾ അവിടേക്ക് പോകുന്നതെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു ഭക്തി കൊണ്ടോ അല്ലെങ്കിൽ അതുപോലെ വിശ്വാസം കൊണ്ടോ പോകുന്ന ഒരാളാണെങ്കിൽ ക്ഷേത്രത്തിനുള്ളിൽ പോയി തൊഴുത് അവിടെ നിന്ന് കിട്ടുന്ന തീർത്ഥം സേവിച്ച് നെറ്റിയിൽ അവിടെ നിന്ന് കിട്ടുന്ന ചന്ദനക്കുറി അണിഞ്ഞ് അങ്ങനെയാണ് വിശ്വാസമുള്ള ഒരാൾ അങ്ങോട്ടേക്ക് പോകുന്നത്. ഇവരങ്ങനെയല്ല ചെയ്യുന്നത്. എന്നാൽ ഇവർക്ക് ക്ഷേത്രത്തിനുള്ളിലേക്ക് ഇവരെ കടത്തി വിടുന്നില്ല. അതുകൊണ്ട് അവർക്ക് തീർത്ഥം മേടിക്കാനോ അല്ലെങ്കിൽ കളഭം മേടിച്ച് നെറ്റിയിൽ ചേർത്താനോ സാധിക്കാത്തത് ആണ് എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാലോ, ക്ഷേത്രത്തിനുള്ളിൽ തൊഴുതിട്ട് പുറത്തിറങ്ങി വരുന്ന ആരോട് ചോദിച്ചാലും നെറ്റിയിൽ അണിയാനായിട്ട് പ്രസാദം തരുമല്ലോ. അതിലൊന്നും ആരും ഒരിക്കലും തരാതിരിക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് വെറുതെ ക്ഷേത്രത്തിൻ്റെ പുറം കവാടത്തിലേക്ക് ചെല്ലാനായിട്ടാണെങ്കിൽ എന്തിനാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഭഗവാനെ കണ്ട് നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. അല്ലാണ്ട് അവിടെ പുറത്ത് വന്ന് നിന്നിട്ട് അല്ലെങ്കിൽ അവിടെ
ക്യാമറ പിടിക്കാൻ പാടില്ലാത്ത സ്ഥലത്തൊക്കെ ചെന്ന് നിന്നിട്ട് ദൂരെ നിന്നിട്ട് ആയാൽ പോലും ആരെങ്കിലും ക്യാമറയിൽ വീഡിയോസൊക്കെ എടുക്കുക, അത് പോസ്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരുപാട് വിഷയങ്ങളുണ്ടാവും. പോരെങ്കിൽ ഒരു കോടതി വിധി വന്നു കഴിഞ്ഞാൽ ആ ഒരു കോടതി വിധിയെ മാനിച്ചിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ടുള്ളത്. വീണ്ടും വീണ്ടും കോടതിയെ ചൊടിപ്പിക്കുന്ന രീതിയിൽ ഓരോരോ പ്രവൃത്തികളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊക്കെ ഏറ്റവും കൂടുതൽ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കുഞ്ഞുങ്ങളെയാണ്. ഇവർക്ക് എന്തെങ്കിലും ഒരു വിഷയമായിട്ട് ഇവർ ഒരു കേസിൻ്റെ പിന്നാലെ പോകേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ചെറിയ മക്കളാണ്, കുഞ്ഞുങ്ങളെയാണ് ബാധിക്കുന്നത്. അപ്പോൾ ആ ഒരു ബോധമൊക്കെ അമ്മയായിട്ടുള്ള ആൾക്ക് വേണ്ടതാണ്. കാരണം ചെറിയ കുട്ടിയൊന്നുമല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു 10-33 വയസ്സൊക്കെ ഉള്ള ഒരു മുതിർന്ന കുട്ടി തന്നെയാണ്, മുതിർന്ന സ്ത്രീ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. എന്നാൽ ഇവരുടെ മാതാപിതാക്കളെങ്കിലും ഇവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇങ്ങനെ പോവേണ്ട കാര്യമില്ലെന്ന്. ഭക്തി മനസ്സിലാണ് തോന്നേണ്ടത്, അത് മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അത്രയും ഇവർ പല വീഡിയോകളിലും പറയുന്നത് കേട്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, ഞാനൊരു മുസ്ലിമായിട്ട് ജനിച്ചതാണോ എൻ്റെ ഏറ്റവും വലിയ തെറ്റ്, അതുകൊണ്ട് മുസ്ലിമായിട്ട് ജനിച്ചത് കൊണ്ട് തന്നെ എനിക്ക് കണ്ണനെ ആരാധിക്കാൻ പാടില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇവർ ചോദിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാലോ, നിങ്ങൾക്ക് മതം മാറാലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. പിന്നീട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, വീട്ടിൽ തന്നെ ഒത്തിരി മുറിയൊക്കെയുള്ള വീടല്ലേ, വീട്ടിൽ തന്നെ എവിടെയെങ്കിലും ഒരു ഒഴിഞ്ഞ ഭാഗത്ത് നിങ്ങൾ വരയ്ക്കുന്ന തന്നെ ഒരു ചിത്രം വയ്ക്കുക, അതിൻ്റെ മുന്നിൽ ഒരു വിളക്ക് കത്തിക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോൾ ഗുരുവായൂർ പോവേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങളൊന്നും ഗുരുവായൂർ ഒരു മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ഒരു 6 മാസത്തിലൊരിക്കൽ പോലും പോകുന്ന ആളുകളല്ല. ഞാനൊന്നും ഗുരുവായൂർ പോയിട്ടുമുണ്ട്. പക്ഷേ അതങ്ങനെ എപ്പോഴും ഗുരുവായൂരിലേക്ക് പോകുന്നത് ഒരു പതിവായിട്ട് വെച്ചിട്ടൊന്നുമില്ല. എപ്പോഴെങ്കിലും പോവാറുണ്ട്. കാരണം സാമ്പത്തിക സ്ഥിതി അതൊക്കെ വളരെ ബാക്കിലോട്ട് നിൽക്കുന്ന ഒരു സാധാരണപ്പെട്ട ഒരു കുടുംബത്തിലുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ നമുക്കൊന്നും എപ്പോഴും ഗുരുവായൂരിലേക്കൊന്നും പോകാൻ പറ്റത്തില്ല. ഞങ്ങളൊക്കെ ഹൈന്ദവരായിരുന്നിട്ട് പോലും ഞങ്ങളൊന്നും ഒരു 6 മാസത്തിൽ ഒരിക്കൽ പോലും പോവാറില്ല ഗുരുവായൂരിലേക്കൊന്നും. ഞങ്ങളൊക്കെ പോകുന്നതെന്ന് വെച്ചാൽ വല്ലപ്പോഴും ഒരിക്കൽ മാത്രമാണ് പോകുന്നത്. നമ്മുടെയൊക്കെ പൂജാമുറിയിൽ ശ്രീകൃഷ്ണ വിഗ്രഹമുണ്ട്. ആ ഒരു വിഗ്രഹത്തിൽ തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കുകയും വിളക്ക് തെളിയിക്കുകയും ഒക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾ ശ്രീകൃഷ്ണനെ അത്രയേറെ ആരാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പറയുന്നു നിങ്ങൾക്ക് മതമൊന്നുമില്ല, നിങ്ങൾക്ക് ഒരു മതവും ഇപ്പം ഇല്ല എന്നൊക്കെ നിങ്ങളൊക്കെ തന്നെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഒരു ഒരു ഫോട്ടോ വെച്ചിട്ട് അതിൻ്റെ മുന്നിൽ ഒരു ദീപം തെളിയിച്ച് നിങ്ങൾക്ക് അവിടെ പ്രാർത്ഥിച്ചുകൂടെ? നിങ്ങൾക്ക് മാല കെട്ടിയിടെ എന്ത് വേണേലും ചെയ്യാലോ. അങ്ങനെ നിങ്ങൾ കാണിക്കുക, അങ്ങനെ നിങ്ങൾ മാതൃക കാണിക്കുക ജനങ്ങൾക്ക്. അപ്പോൾ മറ്റുള്ളവർ വിശ്വസിക്കും നിങ്ങൾക്ക് ശരിക്കും ശ്രീകൃഷ്ണനോട് അത്രയേറെ ആരാധനയുണ്ട്, നിങ്ങൾ ഈ ദൈവത്തെ അത്രയേറെ മുറുകെ പിടിച്ചാണ് ജീവിക്കുന്നത് എന്ന് അങ്ങനെ നിങ്ങൾ തെളിയിക്കുക. അല്ലാണ്ട് ഇപ്പോൾ ഗുരുവായൂരിൽ പോയിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ റീൽസൊക്കെ എടുത്തിട്ടോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്തിട്ടോ ഒന്നും മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് നിങ്ങൾ ആരെയാണ് കാണിക്കുന്നത്? ഇനി അഥവാ നിങ്ങൾ അവിടെ പോയി തൊഴുവാനാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ പോയി തൊഴുതിട്ട് നിങ്ങൾക്ക് വന്നാൽ പോരെ? നിങ്ങൾക്ക് ഫോട്ടോയൊക്കെ എടുത്തിട്ട് ആരെ കാണിക്കാനാണ്? അതുകൊണ്ട് നിങ്ങൾ എന്താണ് നേടുന്നത്? വെറുതെ ജനങ്ങൾക്കിടയിൽ ഓരോ ഓളം ഉണ്ടാക്കിയിട്ട് ജനങ്ങളെ വെറുതെ ഭ്രാന്ത് പിടിപ്പിക്കുക എന്നല്ലാണ്ട് ഇതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെ വിവാദങ്ങൾ കൂടുതലാവുമ്പോൾ അത് നിങ്ങളെ തന്നെയാണ് ബാധിക്കുന്നത്. നിങ്ങളെ മാത്രമല്ല, നിങ്ങളെ ബാധിക്കുന്നു എന്നതിനേക്കാൾ ഉപരി കുഞ്ഞുങ്ങളെ ബാധിക്കും. കാരണം കുഞ്ഞു മനസ്സാണ് മക്കൾക്ക്. അപ്പോൾ അവരുടെ അടുത്ത് ആരെങ്കിലും ഈ വിഷയത്തെക്കുറിച്ചിട്ടൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് എന്ത് വിഷമം ഉണ്ടാവും? ഇത് ഞാൻ പറയുകയാണെങ്കിൽ ഉടനെ നേരെ പോവും കേസ് കൊടുക്കാനായിട്ട്, എൻ്റെ കുഞ്ഞുങ്ങളെ പറഞ്ഞു എന്നും പറഞ്ഞിട്ട്. നമ്മൾ പറയുന്നതല്ല അവർ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇവർക്ക് നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ ഇവർക്ക് ഉമ്മയും ഉപ്പയും ഒക്കെ ജീവനോടെ ഉണ്ട്. അവരുമായിട്ടൊക്കെ നല്ല സഹകരണമുണ്ട്. എന്നാൽ ഈ പാരൻസ് എന്തുകൊണ്ടാണ് ഇവരെ ഉപദേശിക്കാത്തത് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്തുകൊണ്ടാണോ എന്തോ ഈ ഒരു കുട്ടിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാത്തത്. എന്നാൽ ഇവരുടെ ഹസ്ബൻഡിൻ്റെ പേര് സലീമാണെന്ന് പറയുന്നു, അദ്ദേഹത്തിനെങ്കിലും പറഞ്ഞു കൊടുത്തൂടെ, നീ ഇനി അങ്ങനെ പോവണ്ട, ഗുരുവായൂർ പോവേണ്ട ഒരു ആവശ്യമില്ലല്ലോ, നീ എന്തിനാ അവിടെ പോകുന്നത് എന്ന് പറഞ്ഞൊന്ന് വിലക്കാനായിട്ട് അദ്ദേഹവും മുന്നോട്ട് വരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഫാമിലിയിലുള്ള ആളുകൾ അവർക്കും പറയാം, ഭർത്താവിൻ്റെ വീട്ടുകാർക്കും പറയാം, അങ്ങനെ പോവണ്ട എന്നൊരു വാക്ക് പറയാം. ഇത് ആരും ഒന്നും പറയുന്നില്ല. എല്ലാവരും ഇവരുടെ ഇഷ്ടത്തിന് അങ്ങ് വിട്ടുകൊടുത്തിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇതൊരു നല്ല പ്രവണതയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യമെന്ന് വെച്ചാൽ നമ്മൾ പരമാവധി പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാണ്ട് പരമാവധി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടാവട്ടെ, എന്ത് വന്നാലും എൻ്റെ വാശിയെ നടക്കൂ എന്ന് കരുതുന്ന ആ ഒരു മാനസികാവസ്ഥ ഒട്ടും ശരിയല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഇപ്പോൾ എനിക്ക് വേണേൽ വാശിയോടുകൂടി പോകാം. അത് എവിടെയെന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം കുടുംബത്താണ്. മനസ്സിലായില്ലേ?
എൻ്റെ കുടുംബത്തെ എനിക്ക് കയറി ചെല്ലുന്നത് എനിക്ക് ആരെ വേണമെങ്കിലും വെല്ലുവിളിച്ചിട്ട് കയറി ചെല്ലാൻ പറ്റും. കാരണം അതെൻ്റെ കുടുംബമാണ്. എനിക്ക് അവിടെ കയറി ചെല്ലുന്നതിന് എനിക്ക് ആരുടെയും സർട്ടിഫിക്കറ്റിൻ്റെയോ സമ്മതത്തിൻ്റെയോ ഒന്നും ഒരു ആവശ്യമില്ല. ആരെ വെല്ലുവിളിച്ചിട്ടും എനിക്ക് പോകാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ കുടുംബ വീടാണ്. പക്ഷേ അന്യമതത്തിൽപ്പെട്ട മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ട ഒരു ദേവാലയത്തിലേക്ക് കയറി ചെല്ലണം എന്നുണ്ടെങ്കിൽ, അത് ആ ഒരു ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അവിടേക്ക് ഞാൻ പോവും എന്നുള്ള ആ ഒരു അഹമ്മതിയോടുകൂടി പോകുന്നത് ഒട്ടും ശരിയായിട്ടുള്ള ഒരു പ്രവണതയല്ല. അങ്ങനെ പോകുന്നത് വലിയ തെറ്റാണ്. അത് ഇന്നും നാളെയും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പോവും. പിന്നീട് കുറേ കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ ഭവിഷ്യത്ത് ഉണ്ടാവുക. കാരണം ജനങ്ങൾ അങ്ങനെ എല്ലാ സമയവും ഒരുപോലെ ക്ഷമയോടുകൂടി ഇതുപോലെ ഇരിക്കുമെന്നൊന്നും ആരും കരുതരുത്. കുറേയൊക്കെ കഴിയുമ്പോൾ ജനങ്ങൾക്ക് തന്നെ മടുപ്പ് തോന്നിയിട്ടുണ്ടാവും. എന്തിനാ അവിടേക്ക് പോകുന്നത്? ഞാൻ അതാണ് ചോദിക്കുന്നത്. ക്ഷേത്രത്തിനുള്ളിലേക്ക് പോവാനോ ഭഗവാനെ കണ്ട് അനുഗ്രഹം മേടിക്കാൻ, അനുഗ്രഹം ഭഗവാൻ എവിടെ നിന്നാലും തൂണിലും തുരുമ്പിലും ഭഗവാൻ ഉണ്ടെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. പക്ഷേ അകത്തേക്ക് പോകാൻ സാധിക്കുന്നില്ല. പിന്നെ എന്തിനാണ് ഇത്രയും റിസ്ക് എടുത്ത് മറ്റുള്ള ആളുകൾക്ക് ഇത്രയേറെ വിഷമം ഉണ്ടാക്കി, മറ്റുള്ളവർക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കി നിങ്ങൾ അങ്ങോട്ടേക്ക് പോവേണ്ട ആവശ്യം എന്താണ്? അതിൻ്റെ ആവശ്യം എന്താണ്? മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ പോയി റീൽസ് എടുക്കാൻ പറ്റിയ സ്ഥലമല്ല ഗുരുവായൂർ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്നെ റീൽസ് എടുക്കണമെന്ന് എന്താണ് ഇത്ര നിർബന്ധം? ഗുരുവായൂർ ക്ഷേത്രത്തിൽ മാത്രമേ കാണാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നതാണ് നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഗുരുവായൂരല്ലാണ്ട് തന്നെ എത്രയെത്ര വലിയ വലിയ ക്ഷേത്രങ്ങളുണ്ട്, എവിടെയെല്ലാം ഉണ്ട്. അവിടെയൊക്കെ പോകാനായിട്ട് ആഗ്രഹമില്ലേ? പഴനിമലയിൽ പോകുക, അവിടെ കാണാൻ പറ്റാത്ത കാഴ്ചകളില്ല. മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ ചെല്ല്, അവിടെ പോകാൻ പറ്റാത്ത കാര്യം എന്താണ്? അവിടെ എന്തെല്ലാം കാഴ്ചകളുണ്ട്, എന്ത് രസമാണെന്നറിയാമോ അവിടെയൊക്കെ കാണാനായിട്ട്. എന്തുകൊണ്ട് നിങ്ങൾക്ക് അവിടെയൊക്കെ പോകാനായിട്ട് തോന്നുന്നില്ല? കൊടുങ്ങല്ലൂർ പോവാത്തത് എന്താണ്? എല്ലാവർക്കും ശ്രീകൃഷ്ണനെ മാത്രം മതിയോ? നേരത്തെ ഈ പറയുന്ന കണക്ക് ജാസ്മിൻ്റെ ആ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ എപ്പോഴും ഇതൊരു സ്ഥിരം പരിപാടിയാക്കി വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഒരു സംഭവം ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് വന്നിട്ടും ഹൈന്ദവരായിട്ടുള്ള ആളുകൾ ഇതിനെതിരെ പ്രതികരിക്കാത്തത് എന്താണെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. കുറച്ച് ആളുകളൊക്കെ എന്താണ് പുട്ടിന് പീര ഇട്ട് കൊടുക്കുന്ന കണക്ക് അവിടെ കിടന്ന് കുരയ്ക്കുന്നു എന്നല്ലാണ്ട് ഒന്നും അവിടെ നടക്കുന്നില്ല. നമുക്ക് ഇവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യണമെന്നോ ജയിലിൽ അടയ്ക്കണമെന്നോ എന്നൊന്നും ഒരു ചിന്താഗതിയില്ല നമ്മുടെ മൈൻഡിലെന്ന് പറഞ്ഞാൽ. ഈ ഒരു രീതി ഇത് ശരിയല്ല, ഇത് മാറണം. മറ്റുള്ള ആളുകൾ ചെയ്യാത്ത കാര്യം ഇവർ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയിൽ ആളുകളുണ്ട്, മുസ്ലിം മതവിഭാഗത്തിൽ ആളുകളുണ്ട്. പക്ഷെ സത്യം പറയാലോ, നമുക്ക് ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടാവുന്നത് മുസ്ലിം മതവിഭാഗത്തിലെ സ്ത്രീകളിൽ നിന്നാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. ആർക്ക് എന്ത് വിഷമം തോന്നിയാലും ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറയുക തന്നെ ചെയ്യും. പക്ഷേ എന്ന് കരുതി ഈ കമ്മ്യൂണിറ്റിയിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഒരു പുരുഷന്മാരെ കൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ ഒരു ആരാധനാലയങ്ങളിലും അവർ അതിക്രമിച്ച് കയറാൻ ശ്രമിക്കുന്നില്ല, ഒന്നിനും ശ്രമിക്കാറില്ല. അവരവരുടെ പാടേ വിധിയെന്ന് പറഞ്ഞ് ജീവിക്കുന്നു. പക്ഷേ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ കുറച്ചെങ്കിലും സ്ത്രീകൾ ഇവരെ കൊണ്ടാണ് നമുക്ക് ശല്യമായിട്ടിരിക്കുന്നത്. പൊറുതിമുട്ടിയിരിക്കുകയാണ്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കഴിഞ്ഞതിന് നമ്മൾ കണ്ടതാണ് ജാഫർ ക്ഷേത്രക്കുളത്തിൽ വന്നിട്ട് കാലിട്ടു. അതിനെ പറ്റിയിട്ട് ഭയങ്കര വിവാദങ്ങളും പ്രശ്നങ്ങളും അത്രയും ഉണ്ടായതാണ്. അപ്പോൾ പലരും ചോദിച്ചു, അയ്യോ ഒരു കാലിട്ടു എന്നും പറഞ്ഞിട്ട് ശുദ്ധികലശം നടത്തിയതിൻ്റെ കാര്യം എന്താണ്, അതിൻ്റെ ആവശ്യം എന്താണ്, ഒരു സ്ത്രീ വെള്ളത്തിൽ കാലിട്ട ഉടനെ നശിച്ചു പോകുന്നതാണോ അവിടുത്തെ ദൈവത്തിൻ്റെ ശക്തി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കഴുതകൾ ഇടുന്ന് സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ തന്നെ ഹൃദയഭാഗമാണ്. അതുമാത്രമല്ല, ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണനാണ്. പക്ഷേ അവിടെ ഭൂലോക വൈകുണ്ഠം എന്നാണ് ഈ ഗുരുവായൂർ ക്ഷേത്രം അറിയപ്പെടുന്നത്. ഭൂലോക വൈകുണ്ഠം അങ്ങനെയാണ് അറിയപ്പെടുന്നത്. പിന്നെ അവിടുത്തെ ക്ഷേത്രത്തിൻ്റെ കുളത്തിലെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ മുസ്ലിം സ്ത്രീ കാലിട്ടു എന്നത് മാത്രമല്ല, അവിടെ സ്ത്രീകളാരും വന്ന് കാല് കഴുകാറില്ല. ഇപ്പോൾ ഞങ്ങൾ സ്ത്രീകൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറി പോകുന്നുണ്ടെങ്കിൽ, കുളമുള്ള ക്ഷേത്രം, ചില ക്ഷേത്രങ്ങളിലൊക്കെ കുളം ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ ഇറങ്ങി കാല് കഴുകിക്കൊണ്ടല്ല പോകുന്നത്. ഞങ്ങൾ അവിടെ ആ പടവിൽ നിന്നിട്ട് കുറച്ച് വെള്ളം കോരി ദേഹത്തും തലയിലൊക്കെ കുടഞ്ഞിട്ടാണ് ഞങ്ങൾ അകത്തേക്ക് കയറി പോകുന്നത്. പിന്നെ ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ അത് പുരുഷന്മാരാണ്, ക്ഷേത്രക്കുളത്തിൻ്റെ ഒരു ഭാഗത്ത് കുളിക്കാറൊക്കെ ഉണ്ട്. പിന്നെന്ന് വെച്ചാൽ ഈ ക്ഷേത്രത്തിൽ, ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഈ പറയുന്ന ഭാഗത്തെന്ന് വെച്ചാൽ ഈ പെൺകൊച്ച് കാലിട്ട് കഴുകിയതിൻ്റെ കാര്യം പറഞ്ഞില്ലേ, കുളത്തിൽ കാലിട്ട് കഴുകിയെന്ന്. അവിടെ എന്ന് പറഞ്ഞാൽ ഈ കുളത്തിലാണ് ആറാട്ട് നടത്തുന്നത്.
എല്ലാ വർഷവും ഉത്സവ സമയത്തൊക്കെ ആറാട്ട് നടത്താറുണ്ട്. ആറാട്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവില്ല. ക്ഷേത്രത്തിൽ ദേവൻ്റെ ആ ഒരു വിഗ്രഹത്തെ ആനയിച്ച് അവിടെ കൊണ്ടുപോയി മന്ത്രത്തോടുകൂടി, മന്ത്രങ്ങളും കൊട്ടുംകുരവയോടുകൂടി കുളിപ്പിച്ച് തിരികെ ആ ഒരു വിഗ്രഹത്തെ അകത്തേക്ക് കൊണ്ടുപോയി പ്രതിഷ്ഠിച്ച് പൂജകളൊക്കെ നടത്തുന്ന ആ ഒരു കർമ്മത്തിനെയാണ് നമ്മൾ ആറാട്ടെന്ന് പറയുന്നത്, ദേവൻ്റെ ആറാട്ട്. അപ്പോൾ അതൊക്കെ നടത്തുന്നത് ക്ഷേത്രകുളത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു സ്ത്രീ കുളത്തിൽ വന്ന് കാലിടുമ്പോഴത്തേക്ക് അവർ ഏതവസ്ഥയിലായിരുന്നു ഉള്ളതെന്ന് നമുക്കറിയില്ല. നമ്മളെ ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടികൾക്ക് പുറത്ത്, അതായത് ക്ഷേത്രത്തിനുള്ളിൽ കയറാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടല്ലോ. ആ ഒരു സാഹചര്യം ഉണ്ടായി കഴിയുമ്പോൾ ഒരു 10-12 ദിവസം വരെ നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകത്തില്ല. അപ്പോൾ ആ ഒരു സമയത്ത് യൂസ് ചെയ്യുന്ന ഡ്രസ്സുകൾ, മേൽവസ്ത്രമാണെങ്കിൽ പോലും നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ആരും അത് യൂസ് ചെയ്യില്ല. അപ്പോൾ ഈ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന പെൺകുട്ടി മറ്റൊരു മതത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് പോലെ ഇത്രയും കാര്യങ്ങൾ അവർ എത്രത്തോളം ശ്രദ്ധിക്കുമെന്ന് അറിയില്ല. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ആ ഒരു ശുദ്ധികലശത്തിൻ്റെ കാര്യം അവിടെ പറഞ്ഞത്. പിന്നീടെന്ന് വെച്ചാൽ ഈ ഒരു ഇപ്പോൾ ഈ പറഞ്ഞ ഈ ജസ്നയുടെ കാര്യത്തിലാണെങ്കിലും അവരൊക്കെ ക്ഷേത്രത്തിൽ വരുന്നു. ശരിക്കും അവരൊന്നും ക്ഷേത്രത്തിൽ വരേണ്ട കാര്യമേ ഇല്ല. പക്ഷെ അവരൊക്കെ ഇട്ടുകൊണ്ട് വരുന്ന ഡ്രസ്സിൻ്റെ ആയാലും നമുക്കറിയില്ല അതൊക്കെ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുള്ള ഡ്രസ്സുകളാണെന്ന്. കാണാൻ നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ്, പുതിയ പുതിയ ഡ്രസ്സുകളാണ് അവരിട്ടുകൊണ്ട് വരുന്നത്. പക്ഷേ മേൽവസ്ത്രത്തിൻ്റെ കാര്യം മാത്രമല്ലല്ലോ, നമുക്കറിയില്ല ഇവരൊക്കെ ഏത് സാഹചര്യത്തിലാണ് വരുന്നതെന്നോ ഒന്നും നമുക്കറിയില്ല. അപ്പോൾ എനിക്കിവിടെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തിൽ വിശ്വസിക്കാൻ വയ്യ, അല്ലെങ്കിൽ ആ ഒരു മതത്തിൻ്റെ ആ ഒരു മതത്തിൻ്റെ ഭാഗമായിട്ട് ജീവിക്കാൻ വയ്യെങ്കിൽ ജീവിക്കേണ്ട. നിങ്ങൾ ശ്രീകൃഷ്ണൻ്റെ ചിത്രം വരച്ച് അതിൽ നിന്ന് കിട്ടുന്ന ഉപജീവന മാർഗം വഴി ജീവിക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ, നിങ്ങൾക്ക് ഓർഡർ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വരച്ചു കൊടുക്കൂ. നിങ്ങളുടെ കയ്യിൽ നിന്ന് ചിത്രം മേടിക്കാൻ ആരെങ്കിലുമൊക്കെ തയ്യാറായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വരച്ചു കൊടുത്ത് ജീവിക്കുക. അവിടെയൊന്നും ആർക്കും ഒരു പരാതിയില്ല. പക്ഷേ നിങ്ങൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് വന്ന് വിശ്വാസികളുടെ ഹൃദയത്തിൽ വിള്ളലേൽപ്പിക്കാതിരുന്നാൽ എല്ലാവർക്കും മനസ്സമാധാനം ഉണ്ടാവും. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഭാവി കാര്യങ്ങളെക്കുറിച്ചിട്ട് ഒന്നും ചിന്തിക്കുന്നില്ല. ഈ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ഇന്നോ നാളെയല്ല, കുറച്ച്, അതായത് വർഷങ്ങളൊന്നും പോവാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് താമസമൊന്നുമില്ല, പെട്ടെന്ന് അങ്ങ് പോകും. ഈ കുട്ടികൾ വലുതായി കഴിയുമ്പോൾ അവർക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാവണ്ടേ? നിങ്ങൾ 2 വള്ളത്തിലും കാല് വെച്ച് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ആ കുഞ്ഞുങ്ങൾക്ക് എന്ത് ലൈഫാണ് ഉണ്ടാവുന്നത്? അപ്പോൾ ഇതൊക്കെ ചിന്തിക്കുക. പിന്നെന്ന് വെച്ചാൽ ഇവരുടെ അടുത്ത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ നമ്മൾ പല വീഡിയോകളിലായിട്ട് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ നല്ലത് ഉദ്ദേശിച്ച് പറഞ്ഞു കഴിഞ്ഞാലും പിന്നെ ഒരു മാസത്തേക്ക് നമ്മളെ വെച്ചിട്ട്, നമ്മളെ പേര് വെച്ചിട്ട് തെറി വിളിച്ചിട്ടും കള്ളക്കേസ് കൊടുത്തിട്ടായിരിക്കും ഇവർ റീച്ച് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളങ്ങ് വിട്ടത്. എന്തിനാണ് നമ്മൾ സംസാരിക്കുന്നത് എന്ന് കരുതി. ഇങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പലരും എന്നോട് ചോദിച്ചു, എന്താ ഉത്തരം ഇതിനെതിരെ പ്രതികരിക്കാത്തത്, ജസ്നയെ ഭയന്നിട്ടാണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അങ്ങനെ ഓർത്തു, ഞാൻ എന്തിനാണ് അവരെ ഭയക്കുന്നത്? എനിക്ക് ഭയക്കേണ്ട കാര്യമില്ല. കാരണം പരമാവധി ഞാൻ ആ ഒരു സ്ത്രീയുടെ ഒരു വിഷയത്തിലും തലയിടാതെ വിട്ടു നിൽക്കുകയായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവരെൻ്റെ പേരിൽ കേസ് കൊടുത്തതുകൊണ്ടൊന്നുമല്ല. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ആങ്ങളും പെങ്ങളും കൂടി ചേർന്നിട്ട് ചാനലിൽ വന്നിട്ട് വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പടച്ചു വിട്ടുകൊണ്ടേയിരിക്കും, പ്രത്യേകിച്ചും അവിഹിതം. അതെന്തിനാ കേൾക്കുന്നത് എന്ന് കരുതിയിട്ട് വെറുതെ മാറി നിൽക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ ഒരു വീഡിയോ പറഞ്ഞു, എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞത്. എന്നെ കേൾക്കുന്ന എല്ലാവരും ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ദയവ് ചെയ്ത് ഇതിൻ്റെ പേരിൽ ഇനി 1 മാസം വരെ എന്നെ വെച്ചിട്ട് വീഡിയോ ചെയ്ത് അപവാദ കഥകൾ പ്രചരിപ്പിക്കാതിരിക്കുക. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. ഇത്രയേ ഉള്ളൂ. ഇതെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഞാനൊരു ഹൈന്ദവ സ്ത്രീയായിട്ട് തുടരുന്നതിൽ വലിയ അർത്ഥമില്ല എന്ന് തോന്നി. അതുകൊണ്ട് വന്നേ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും